ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് സുപ്പു ഒരു അടിപൊളി കിടുക്കാച്ചൊരു ടിപ്പുമായിട്ടാണ് വന്നത് കേട്ടോ. നിങ്ങളെല്ലാം പരീക്ഷിച്ച് നോക്കണം. ഇപ്പം നല്ല ചൂട് സമയമല്ലേ, നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഈ മുടി കൊഴിച്ചിലൊക്കെ ഒന്ന് മാറാൻ സൂപ്പർ ഒരു അഡാർ ഐറ്റമായിട്ടാണ് സുപ്പ് വന്നത്. ഒരു ചേച്ചി എനിക്ക് തന്നതാണ് കേട്ടോ. അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കൂ. അപ്പോഴും ഞാനിത് 2 ആഴ്ച കൊണ്ടൊക്കെ ഞാൻ ഇത് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. സത്യമായിട്ടും നല്ലൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ മുടിക്ക്. അപ്പോഴും നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. 3 ഐറ്റങ്ങൾ മാത്രം മതി ഇതിന്. നമ്മുടെ സവാളക്കൊച്ചുണ്ടല്ലോ, സവാളക്കൊച്ചിൻ്റെ നീര്, പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണ, പിന്നെ അലോവേര, നമ്മുടെ ഒറിജിനൽ അലോവേര തന്നെ എടുക്കണം കേട്ടോ. മറ്റേ അതല്ല, ഒറിജിനൽ അലോവേര തന്നെ നമ്മൾ എടുക്കണം. ഇത് 3 കൂടെ അതേ നന്നായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാലോ ഈ അലോവേര അല്ലാത്ത രീതിയിൽ, പക്ഷേ ഈ ബുദ്ധൂസിന് ഇന്നൊരു അക്കിടി പറ്റി. മറ്റേ എന്നും ഞാൻ തിരിച്ചായിരുന്നു ചെയ്യുന്നത്. അപ്പോഴാദ്യം നമ്മൾ സവാള നീരെടുക്കാൻ നോക്കണം കേട്ടോ. നമ്മുടെ ചോപ്പറിനകത്ത് സവാള നീരെടുക്കാൻ നോക്കണം കേട്ടോ. ഇന്ന് ഞാൻ തിരിച്ചായിപ്പോയി ചെയ്തത്. ആദ്യം നമ്മുടെ അലോവേരയുടെ ആ പോള ഇട്ട് ഇങ്ങനെ ആക്കി. അപ്പോഴെന്താണ്, സവാള ഇട്ടപ്പം ഇങ്ങനെ ചോപ്പറിനകത്ത് ചീകി എടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അതിങ്ങനെ തെന്നത്തില്ലേ. നമ്മുടെ അലോവേര ആദ്യം ഇട്ടതുകൊണ്ട്, രണ്ടാമത് സവാള ഇട്ടതുകൊണ്ട് ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ തെന്നുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം സവാള ഇട്ടിങ്ങനെ ആക്കുക കേട്ടോ. സവാള ഇട്ട് ചോപ്പറിനകത്തോ അല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ട് ആദ്യം സവാള എടുത്തിട്ട് വേണം ചെയ്യാൻ. ഇത് രണ്ടാമത് കേട്ടോ. അലോവേര എടുക്കണം കേട്ടോ. ബുദ്ധൂസ് എനിക്ക് നക്കിന് പറ്റിയില്ല. അല്ലാത്ത ദിവസമെല്ലാം ആദ്യം ഞാൻ സവാളയായിരുന്നു എടുക്കുന്നത്. പക്ഷേ ഇന്ന് നേരെ തിരിച്ചായിപ്പോയി, അലോവേര ആയിപ്പോയി. അതുകൊണ്ട് പിഴിഞ്ഞെടുത്ത് വെച്ച് പണിപ്പെട്ടു. ഞാൻ പിന്നെ തോർത്തല്ല, ഒരു തുണിക്കകത്തിട്ട് ഞെക്കി പിഴിഞ്ഞൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഇതിനെ വെളിച്ചെണ്ണയായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോളോട് പറഞ്ഞ്, എടി ഇതൊന്ന് മിക്സ് ചെയ്ത് അടി നന്നായിട്ട്, അല്ലാതില്ല കുഴമ്പ് നമ്മുടെ അലോവേര ഇങ്ങനെ ബ്ലാ എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ കിടക്കും കേട്ടോ. അങ്ങനെ കിടക്കത്തേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മിക്സിയുടെ ജാറിനകത്തൊന്ന് അടിച്ചെടുത്താൽ സൂപ്പറായിട്ട് ഇത് ഇങ്ങനെ കിട്ടും നമുക്ക് കേട്ടോ. ഇങ്ങനെ കിട്ടും. അപ്പോഴിത് നമ്മൾ നമ്മുടെ മുടിയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ സ്കാൽപ്പിലോട്ട് ഇട്ട് കൊടുക്കുക. സൂപ്പറാണ് കേട്ടോ. മുടി കൊഴിച്ച് ബ്രേക്ക് ഇട്ടതുപോലെ നിൽക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ. വെട്ടം കിട്ടുന്നുണ്ടോ ഇവിടെ? ബ്രേക്ക് ഇട്ടതുപോലെ നിൽക്കുന്നത്. എൻ്റെ മുടി കൊഴിഞ്ഞു പോയ ഇവിടുത്തെ കാർക്കുന്തലൊക്കെ കിളിർത്ത് വരുന്നു. പിള്ളേരെ ഇവിടെയൊക്കെ കിളിർത്ത് വരുന്നു. ഭയങ്കര സന്തോഷമായി ഈ ഒരു ടിപ്പ് ചെയ്തപ്പം കേട്ടോ. എനിക്ക് ഒരുപാട് മുടിയില്ലല്ലോ, ഉള്ളത് ഇച്ചിരി ഒന്ന് നമുക്ക് കനമായിട്ടൊക്കെ വേണം. ഇച്ചിരി ഒരു ഒത്തിരി ഇല്ലെങ്കിലും അതിന് ഇച്ചിരി മൂടോ അങ്ങനെയല്ലേ പറയുന്നത്. മൂടെന്നാലും ബലം വേണമല്ലോ. അതിനാണ് സുപ്പ് ഈ പരിപാടി തുടങ്ങിയത്. നമുക്ക് അപ്പുറത്തോട്ട് ചോദിച്ചു നോക്കാം. ഇവിടെ വെട്ടക്കുറം അല്ലേ, പിന്നെ കാണത്തില്ല. നോക്കട്ടെ. നേരത്തെയൊക്കെ ഇവിടെ നിന്നായിരുന്നു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നിൽക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറേശ്ശെ എടുത്ത് നമ്മുടെ സ്കാൽപ്പിലോട്ട് ഇത് തേച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ സ്കാൽപ്പിലോട്ട് തേച്ച് കൊടുക്കണം. ഇത്രയും മതി കേട്ടോ. എല്ലായിടത്തും എനിക്ക് കുറച്ച് മുടിയുള്ളത് കൊണ്ട് ഇത്രയും മതി കേട്ടോ. നിങ്ങൾ ഒത്തിരി മുടിയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇച്ചിരി ഏറെ എടുത്തോളൂ. എനിക്കിത് മതി കേട്ടോ. ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഒരു 15 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അത്രയും സമയം നമ്മൾ നിന്നാൽ മതി ഇട്ട് കേട്ടോ. അതിൽ കൂടുതൽ സമയം നിൽക്കേണ്ട. ബാക്കിയുള്ള ഈ പായ്ക്കുകളൊക്കെ ഇട്ട് നിൽക്കുന്നതിൻ്റെ കൂട്ട് അങ്ങനെ നിൽക്കേണ്ട. ഒരു 15 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ, അതിൽ കൂടുതൽ സമയം നിൽക്കേണ്ട കേട്ടോ. ഇങ്ങനെ ഫുള്ള് ഞാൻ പക്ഷേ കുളിക്കുന്നതിന് മുന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ വെളുപ്പം കാലത്ത് 5-6 മണിക്കൊക്കെ ഞാൻ ഇരുന്നിട്ട് കുളിക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സാരമില്ല, അത് കുഴപ്പമില്ല. ഇപ്പം ഞാൻ രാവിലെ 6 മണിയാകുമ്പോൾ എൻ്റെ അടുക്കളത്തെ പരിപാടി എന്തല്ല, പിന്നെ നമ്മളെല്ലാം ചെയ്യുന്നത് 6 മണിയാകുമ്പോൾ കുളിക്കും. ഇങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിക്കുക എല്ലാ ഭാഗത്തോട്ടും കേട്ടോ.
സുപ്പുന് കാർക്കൂന്തൽ കുറച്ചായതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. നിങ്ങളൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തോളൂ കേട്ടോ. ഇച്ചിരി ഏറെയൊക്കെ എടുത്തോളൂ. നമ്മുടെ അലോവേര ഒരു തണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ചെയ്തോളൂ കേട്ടോ. ഒരു സവാള നീരും ഒക്കെ എടുത്ത് ചെയ്തോളൂ. എനിക്കിപ്പം കുറച്ച് മുടിയുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമ്മുടെ മുടിയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല വെളിച്ചെണ്ണ വേണം കേട്ടോ. നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്യാൻ നോക്കുക. ഇത് മൂന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്താൽ മതി. അപ്പോഴും മറക്കരുത്, അലോവേര, നമ്മുടെ വെളിച്ചെണ്ണ, പിന്നെന്താ മറന്നുപോയല്ലോ, സവാള നീര്, ഇത്രയും നന്നായിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് അടിച്ചെടുക്കുക. സംഗതി പൊളി. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് തലയിലോട്ട് പുരട്ടിക്കുക കേട്ടോ. അബദ്ധം പറ്റില്ലേ, ആദ്യം സവാള എടുത്ത് ചോപ്പറിനകത്തിട്ട് വലിക്കാൻ നോക്കുന്നത് കേട്ടോ. പിഴിഞ്ഞെടുക്കാൻ പാടായിട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഞാൻ എന്നും അല്ലാതെ ആദ്യം സവാളയാണ് എടുക്കുന്നത് കേട്ടോ. ഇന്ന് പക്ഷേ അബദ്ധം പറ്റി. എനിക്ക് നല്ല വ്യത്യാസമുണ്ട് മുടിക്ക് കേട്ടോ. അപ്പോൾ ജീവനും പ്രാണനും ഒക്കെ ഇപ്പം വന്നു. എല്ലാ ഭാഗത്തോട്ടും നമ്മൾ ബാക്കിയുള്ളത് മുടിയിലോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മുടെ സവാളയുടെ നീര് അത്രയ്ക്കൊന്നും അറിയത്തില്ല, സ്മെല്ല് അത്രയ്ക്കൊന്നും അറിയത്തില്ല കേട്ടോ. ചൂട് സമയം മുടി കൊഴിച്ചിൽ നന്നായിട്ടുണ്ടാവും. ചൂട് സമയം ഒരു 15 മിനിറ്റ്. പിന്നെ നമ്മൾ തണുത്ത വെള്ളത്തിൽ, ഷാമ്പൂ ഒന്നും ഇടാൻ നോക്കരുത്, തണുത്ത വെള്ളത്തിൽ അങ്ങ് കഴുകി മാറ്റും കേട്ടോ. മുടി പൊട്ടി പോകുന്നതും മുടി കൊഴിച്ചിലും എല്ലാം നമുക്ക് മാറിക്കിട്ടും. ഓക്കെ, നമ്മുടെ ഈ സ്കാൽപ്പൊക്കെ ഒന്ന് അനക്കിക്കൊണ്ടിരിക്കണം. ഇത് ഫുള്ള് തേച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും എത്തിക്കണം കേട്ടോ. എല്ലായിടത്തും എത്തിച്ചിട്ട് പിന്നെ മുടി നമ്മൾ കെട്ടി വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഈ വിരലും വെച്ച് അപ്പോഴെല്ലായിടത്തും അങ്ങ് ചെന്നോളും. ചെല്ലാത്ത ഭാഗത്തെല്ലാം ചെന്നോളും കേട്ടോ. ബോട്ടിലാണെങ്കിൽ അതും നല്ലതാണ്, സ്പ്രേ ഇരിപ്പുണ്ട്. ഞാൻ പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ ശരിയാവില്ല. നല്ല വ്യത്യാസമുണ്ട്. ഈ കൊഴിച്ചിൽ, നീളത്തിൻ്റെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കൊഴിച്ചിൽ, മുടി കൊഴിച്ചിൽ വളരാനും നല്ലതായിട്ടോ. അടുപ്പിച്ചൊക്കെ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് 15 അരമണിക്കൂർ കേട്ടോ നിന്നിട്ട് നമ്മളങ്ങ് തണുത്ത വെള്ളത്തിൽ കഴുകി മാറ്റുക. ഷാമ്പു ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മളിതൊക്കെ ചെയ്തിട്ട് ഷാമ്പു ഒക്കെ ഉപയോഗിച്ച ഒരു പ്രയോജനമില്ല കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഷാമ്പു ഒക്കെ ഇട്ട് കഴുകിയ ഒരു പ്രയോജനമില്ല കേട്ടോ. അപ്പോഴിതേ എല്ലായിടത്തും ആക്കി. ഇനി നമ്മുടെ കാർക്കൂന്തൽ ആരും കാണാതെ കണ്ണു വിടാതെ കെട്ടി വയ്ക്കും. ഓക്കെ, സെറ്റാ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ കുടുമിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തലയൊക്കെ കഴിയാം. ഞാനൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പക്ഷേ നമ്മൾ എന്ത് നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ മുടി നന്നായിട്ട് കഴിയതിന് ശേഷം നല്ല വെയിലത്ത് ഉണക്കി എടുത്ത് സൂക്ഷിക്കുക. എനിക്കിപ്പോൾ മുടി കുറവാണ്, പക്ഷെ ഉള്ളവർ നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ. മുടി നന്നായിട്ട് ഉണക്കി നല്ല വെയിലത്ത് ഒന്ന് മുടിയൊക്കെ വിടർത്തിയിട്ട് ഉണക്കിയെടുത്ത് കെട്ടി വയ്ക്കുക കേട്ടോ. എൻ്റെ മുടി പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പാണല്ലോ, ഇത്തിരിയല്ലേ ഉള്ളൂ എനിക്ക് മുടി കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മുടി കൊഴിച്ചിലോ മുടി പൊട്ടിപ്പോകലോ ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ചേച്ചി മുടിയുള്ള ചേച്ചി പറഞ്ഞു തന്നെ കേട്ടോ. ആ ചേച്ചിക്ക് നമുക്ക് പാരിതോഷികം കൊടുക്കാം. ഇഷ്ടംമാതിരി മുടിയാണ് ആ ചേച്ചി കേട്ടോ. അപ്പോഴവരിതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ
ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോഴേ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളും നല്ല വീട്ടുവിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.